നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഭാവനയെ ഞാൻ ഒരിക്കലും ഈ വീട്ടിൽ ശരിയാവില്ല. എന്തായാലും ഞാൻ അവളെ ദ്രോഹിച്ചതൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഈശ്വര, ഞാൻ പ്രതീക്ഷിച്ചതെല്ലാം തകിടം മറിഞ്ഞല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ദേവേട്ടാ, ഞാൻ ആകെ ടെൻഷനില്ല. സൂര്യയുടെ ഭാവി ഓർത്ത് എനിക്കിപ്പോ ആകെ പേടിയാവുക. നീ വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ട് ഇനി അസുഖങ്ങളൊന്നും വരുത്തി വെക്കണ്ട. ദേവേട്ടാ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക ദേവേട്ടാ. എന്താ ജോത്സ്യം പറഞ്ഞതൊക്കെ ദേവേട്ട മറന്നോ? സൂര്യയും ഭാവനയും തമ്മിൽ ഒരിക്കലും ഒരു ദാമ്പത്യ ജീവിതം പാടില്ല. അത് നമ്മുടെ മോന്റെ ജീവന് തന്നെ ആപത്തായിരിക്കും. ഇല്ല ജയ, ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല. ഇത്രയൊക്കെ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ നടന്നിട്ടും ഇപ്പോഴും ആ ജോത്സ്യം പറയുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാനായിട്ട് എനിക്കെന്തായാലും കഴിയില്ല. ഓഹോ, അപ്പൊ ജോത്സ്യം പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു എന്നാണോ ദേവേട്ടൻ പറയുന്നത്? തെറ്റോ ശരിയോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ഭാവനയെയും സൂര്യയെയും വേർതിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാ അവസാന നിമിഷം ഭാവന എഴുന്നേറ്റ് നടന്നതും ഭാവനയെ സൂര്യ താലി കെട്ടിയതും. വരട്ടെ, നമുക്ക് ഒന്നുകൂടി വേറൊരു ജോലിസിനെ കൊണ്ട് അവരുടെ ജാതകം ഒന്ന് നോക്കിക്കാം. അല്ലെങ്കിലും ഈ ഒരാളെ തന്നെ വിശ്വസിച്ച് നമ്മൾ ഒന്നിനും ഇറങ്ങിപ്പുറപ്പെടാൻ പാടില്ല. അവിടെയാ നമ്മൾ പരാജയപ്പെടുന്നത്. ഇപ്പൊ നമ്മളാരുമല്ല, ദൈവമാ അവരെ ഒന്നിപ്പിച്ചത്. ഇനി ദൈവം തന്നെ തീരുമാനിക്കട്ടെ എന്താ അവരുടെ ഭാവിയെന്ന്. മാനസമോളുടെ കാര്യത്തില് എനിക്കും പ്രയാസമുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു പയ്യനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് തന്നെ അവളുടെ വിവാഹം നടത്തി കൊടുക്കണം എന്ന് പറയുന്നു. അത് വേണം ദേവേട്ട. അവൾക്ക് അത്രമാത്രം വിഷമമുണ്ട്. അത് പിന്നെ കാണാതിരിക്കോ? പിന്നെ ഈ ഭാവനയും സൂര്യയും തമ്മിലുള്ള പ്രണയത്തിന്റെ തീവ്രത എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയാവുന്നല്ലേ. മാനസമോള് തന്നെ മനസ്സില്ലാ മനസ്സോടെയാ ഈ കല്യാണത്തിന് സമ്മതിച്ചു. ശരിക്കും ഇപ്പൊ അവൾക്കും സന്തോഷമായിട്ടുണ്ടാവും. ഒരു നല്ല കാര്യത്തിന് വേണ്ടി വഴിമാറി കൊടുത്തല്ലോന്നോ അവൾക്കും തോന്നും. ഞാനതല്ല ആലോചിക്കുന്നേ, ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടാണ് ഭാവന വീൽ ചെയറിൽ നിന്ന് എഴുന്നേക്കുന്നെങ്കില് നമ്മൾ എന്ത് ചെയ്താനേ? അപ്പോഴേക്കും സൂര്യ മാനസിക താലി കിട്ടിയാനേ. അതായിരുന്നു ദേവേട്ട എന്റെ ഈ സ്വപ്നം. പക്ഷെ അവസാന നിമിഷം കൈവിട്ടു പോയി. ഇവിടെ ഭാവനയോടൊപ്പം അവൾ വിശ്വസിക്കുന്ന അവളുടെ അച്ഛന്റെ ആത്മാവുണ്ടായിരുന്നു. ആ ശക്തി അവൾക്ക് തുണയായിട്ട് എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാ കൃത്യസമയത്ത് തന്നെ അവൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞ. അന്നും ഇന്നും എന്നും ഭാവനയ്ക്ക് അവളുടെ അച്ഛന്റെ കാവലുണ്ട്. അതെനിക്ക് ഉറപ്പാ. സത്യം പറഞ്ഞ ഇന്നിങ്ങനെ ഒരു പായസം കുടിക്കാൻ പറ്റുമെന്ന് ഞാൻ തീരെ കരുതിയില്ല. പക്ഷെ ദൈവം അത് തീരുമാനിച്ചിരുന്നു, അല്ലേ മായിച്ചി? അതെ, നമ്മളൊന്നും ആഗ്രഹിക്കുന്നതും വിചാരിക്കുന്നതൊന്നും അല്ല നടക്കുന്നതെന്ന് ഇന്ന് മനസ്സിലായില്ലേ? അമ്മേ, നമുക്ക് ഭാവന കാണാൻ പോകണ്ടേ? വേണം. ആദ്യം ജയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അറിയണം. വീട്ടിൽ കൊണ്ടുപോകുന്നല്ലോ അമ്മേ, ഇനി പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. എന്നാ ഇന്നിന് പോകണ്ട, നാളെ പോവാം. നാളെ ഉണ്ട്. പോകുമ്പോ അവർക്ക് സമ്മാനം കൊടുക്കും. നമ്മളൊന്നും കൊടുക്കാത്തല്ലോ. എന്തേലും കാര്യമായിട്ട് തന്നെ കൊടുക്കണം. എല്ലാരും കൂടി ഇരുന്ന് ആലോചിക്കാം. എന്നിട്ട് എല്ലാവർക്കും കൂടി ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. ഇങ്ങോട്ടേക്ക്. അതാ നല്ലത്. അപ്പൊ ഒരു മുതലാവും. അമ്മ തന്നെ കൊടുത്താ മതിയല്ലോ. ആ, നിങ്ങൾ ആലോചിക്കേ, സമയമുണ്ടല്ലോ. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുപോയാൽ നന്നായിരുന്നു. അതെല്ലാം ചെയ്യാൻ രമേശ. എന്താ വേണ്ടേന്ന് തീരുമാനിച്ചാ മതി.
ഭാവനേച്ചിക്കും സൂര്യേട്ടന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോവാം. ആ എങ്കിൽ പിന്നെ എന്താന്ന് വെച്ചാ തീരുമാനിക്കാം. സേതുവും ഭരത്തും കൂടെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചോണ്ടുവരും. അമ്മേ ആദ്യം എന്താ വേണ്ടേന്ന് പ്ലാൻ ചെയ്യാം. അവിടെ പോകുമ്പോ മാനസേച്ചിയും കൂടെ എല്ലാരും ഒന്ന് മൈൻഡ് ചെയ്യണം. പാവം പെട്ടുപോയതല്ലേ. അത് നേരാ, ആർക്കായാലും വിഷമം വരില്ലേ. മനസ്സ് വിചാരിച്ചോണ്ടല്ലേ ഇങ്ങനൊരു കല്യാണം നടന്നു തന്നെ. ഇതാണ് നിമിത്തം എന്ന് പറയുന്നത്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഭാവനയ്ക്ക് ദൈവത്തിന്റെ കൂട്ടുണ്ടെന്ന്? അതുകൊണ്ടാ അവസാന നിമിഷം അവരുടെ ആഗ്രഹം പോലെ എല്ലാം നടന്നത്. ഇനി ഒരു കാലത്തും അവൾ എഴുന്നേക്കില്ലാന്ന് കരുതി സമാധാനിച്ചതാ ഞാൻ. അല്ലെങ്കിലും ഇവളെ ഒന്നും ദൈവത്തിന് പോലും വേണ്ടല്ലോ. ഭാവന ഇപ്പൊ വേണ്ടത് ദൈവത്തിനല്ല, സമൂഹത്തിന്. ഭാവനെ പോലുള്ളവരാണ് ഇന്നത്തെ നാടിന് ആവശ്യം. അതെ, ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാ അവളുടെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കൊടുത്തത്. അവസാന നിമിഷം വരെ നീയും ജാനകിയും ശ്വാസം അടക്കി പിടിക്കുന്നൊക്കെ ഞാൻ കണ്ടു. സൂര്യ മാനസയെ കെട്ടുന്നത് കാണാൻ. എന്നിട്ട് എന്ത് നടന്നു? എന്തു നടക്കാൻ? ഭാവന കാരണം പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ജീവിതം കൂടി വഴിയാധാരമായി. ഇനി ഏതെങ്കിലും ഒരു ചെക്കൻ ആ മാനസയെ കല്യാണം കഴിക്കൂ? എന്താ കല്യാണം കഴിച്ച? ആ പെൺകുട്ടിക്ക് നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരന് തന്നെ കിട്ടും. കിട്ടും കിട്ടും. അത്രയ്ക്ക് പോക്കില്ലാത്തവനായിരിക്കും കേട്ടാൻ വരുന്നത്. അച്ഛാ, ഭാവനേച്ചി സൂര്യേട്ടൻ താലി കെട്ടിയത് അമ്മയ്ക്ക് പിടിച്ചില്ല. അതേടാ മോനെ, നിന്റെ അമ്മ ഉദ്ദേശമൊന്നുമല്ല അവിടെ നടന്നത്. അതിന്റെ ചുരുക്ക ഇവിടെ വന്ന് എന്നോട് തീർക്കുന്നത്. അമ്മേ, സൂര്യേട്ടനും ഭാവനേച്ചി രണ്ടും തീക്കുരുത്ത ജന്മങ്ങളാ. ഒരിക്കലും അവര് വെയിലത്ത് വാടില്ല. അമ്മ ഉൾപ്പെടെ പലരും ഇന്ന് അവിടെ പലതും ഉദ്ദേശിച്ചാണ് വന്നത്. ഒടുവി വന്നതുപോലെ തന്നെ തിരിച്ചും പോയി. അമ്മേ വിട്ടേക്കമ്മേ, ഇനിയെങ്കിലും അമ്മ അമ്മയായിട്ട് ജീവിക്കാൻ നോക്ക്. കുറെ നാളായല്ലോ ഭാവനേച്ചിയുടെ നാശം കാണാനായിട്ട് ഇങ്ങനെ നടക്കുന്നു. അമ്മേ, ഇനിയെങ്കിലും ഒന്ന് മതിയാക്കും. നീ എന്നെ കൂടുതൽ ഉപദേശിക്കൊന്നും വേണ്ട. എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുവനല്ലേ നീ? അമ്മ അനിമാമനും കൂടി എന്നെ ഗുണ്ടകളെ വെച്ച് തട്ടിക്കൊണ്ടുപോയില്ലേ? അതിനും വലിയ പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ അമ്മേ. അമ്മയ്ക്ക് പറ്റിയ ഒരു തെറ്റ് ഞാൻ തിരുത്താനേ ശ്രമിച്ചിട്ടുള്ളൂ. നല്ലതൊന്നും നിന്റെ അമ്മയ്ക്ക് അറിയില്ല മോനെ. ഇവളിപ്പോഴും നാലുകെട്ടിലെ കെട്ടിലമ്മയുടെ ബട്ടിലും ഭാവത്തിലാണ് നടക്കുന്നത്. എന്ത് കണ്ടിട്ടാണാവോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. അങ്ങനെ വന്ന ഞാനും എനിക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രതികരിക്കും. ചിലപ്പോ ഞാൻ നിന്റെ കൈയും കാലും തല്ലിയൊടിച്ച് ഈ വീട്ടിൽ തന്നെ ഇടും. എന്താ കാണണോ നിനക്ക്? ഞാനും അഭിമാനി തന്നെയാ. അതുകൊണ്ട് തന്നെ നിന്റെ നിലയ്ക്ക് നിർത്താൻ എനിക്കറിയാം. ഒന്നും വേണ്ട വേണ്ടാന്ന് കരുതിയിട്ടാ. എന്തിനാണ് അമ്മ ആവശ്യമില്ലാണ്ട് ഈ ദേഷ്യവും വാശിയും ഒക്കെ വെച്ച് സംസാരിക്കുന്നത്? ഇനിയെങ്കിലും സ്വന്തം മക്കളെ മനസ്സിലാക്കി ജീവിക്കാൻ നോക്ക്. അമ്മയ്ക്ക് അതിൽ ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. എല്ലാവരെയും എനിക്ക് നന്നായിട്ട് അറിയടാ. അതേടാ, നിന്റെ അമ്മയ്ക്കിപ്പം എല്ലാവരും നന്നായിട്ടറിയാം, സ്വന്തം മക്കളെ ഒഴിച്ച്. നോക്കണ്ട, ഞാനീ പറഞ്ഞ കാര്യം ഇവിടെ മറ്റുള്ളവര് പറഞ്ഞിട്ടുള്ളതാ. അമ്മേ, ഭാവനേച്ചെ പ്രത്യക്ഷമായും പരോക്ഷമായും ഉപദ്രവിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ 8ന്റെ പണികളാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതോർത്തിരിക്കുന്നതാണ് നല്ലത്. എന്താടാ, നീ എന്നെ പേടിപ്പിക്കാണോ? അല്ലെങ്കിൽ തന്നെ അവളാരാ, ദൈവത്തിന്റെ ദത്തുപുത്രിയോ? ഒന്നും മതിയാക്ക്. അല്ലേലും നിന്നെ ആരും കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ. അതെ, കാര്യമില്ലാതെ ഒരാളും എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. മോനെ, നീ വെറുതെ നിന്റെ അമ്മയുടെ മുന്നിൽ നാവിട്ടലച്ചിട്ട് ഒരു കാര്യമില്ല. നീ നിന്റെ ജോലിയൊക്കെ പോവാൻ നോക്ക്. ഇവളിങ്ങനെ തന്നിഷ്ടത്തോടെ എത്ര നാള് ജീവിക്കുന്നു ഞാനൊന്ന് കാണട്ടെ. സൂര്യ, നമുക്ക് സംഭവിച്ചിട്ടുള്ള പോലെയൊന്നും ജീവിതത്തിൽ ആർക്കും സംഭവിച്ചിട്ടുണ്ടാവില്ല.
എന്തൊക്കെ ദുരിതങ്ങളാണ് നമ്മൾ തരണം ചെയ്തു വന്നത്. എല്ലാത്തിനൊടുവിൽ ദൈവം നമ്മളെ കൈവിട്ടില്ലല്ലോ സൂര്യ.